തിങ്കളാഴ്ച ആർക്കായിരിക്കും നല്ല ദിവസം? പൊതുവെ തിങ്കളാഴ്ച നല്ല ദിവസമാണെന്നാണ് കണക്കുകൂട്ടൽ. ഇനി കേരളം ഉറ്റുനോക്കുന്നത് മെയ് 4 പുലരിയിലേക്കാണ്. കേരളം ആരെ തൂക്കുമെന്ന് കണ്ടറിയാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. ഫലമറിയാൻ 3 ദിവസം മാത്രം ബാക്കിയിരിക്കെ ഫോട്ടോ ഫിനിഷിംഗിലേക്കാണ് കേരളം. LDF ഭരണ തുടർച്ചയും UDF തിരിച്ചുവരവിലും NDA അപ്രതീക്ഷിത മുന്നേറ്റത്തിലുമാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ UDFനായിരിക്കും ഭരണം ലഭിക്കുക. കോൺഗ്രസും മുസ്ലിം ലീഗും കൂടുതൽ സീറ്റുകൾ വാരിക്കൂട്ടുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഒട്ടുമിക്ക സർവേകളും UDFനാണ് മുൻതൂക്കം. എന്നാൽ സർവേകൾ ശരിയായ കണക്കുകളല്ലെന്നാണ് LDFന്റെ വിലയിരുത്തൽ. ചില ഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടർമാരുടെ കണക്കുകൾ വെച്ചുകൊണ്ടാണ് സർവേ എടുത്തിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഇത് പരാജയമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. UDFന് ഇക്കുറി ഭരണം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ തുലാസിലാകും. ഇത് അവസാനത്തെ വണ്ടിയാണെന്ന് നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രവർത്തകരോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണെന്ന് UDF വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നു. LDFന്റെ ഭരണ നേട്ടങ്ങളും നല്ല മുഖ്യമന്ത്രി എന്ന സർവേ ഫലങ്ങളും LDFന് പ്രതീക്ഷ നൽകുന്നതാണ്. വരുന്ന 5 വർഷം കേരളം ആരുടെ കയ്യിലാകുമെന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ അറിയാം. NDA വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും സർവേ ഫലം വന്നതിനു ശേഷം സീറ്റുകൾ കുറയുമെന്നാണ് ലഭിക്കുന്ന വിവരം. എങ്കിലും 1 മുതൽ 7 വരെ സീറ്റുകൾ NDA പിടിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. എന്തായാലും തിങ്കളാഴ്ച കേരളം ആരെ വാഴ്ത്തുമെന്ന് കണ്ടറിയാം. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.